നമസ്കാരം. പ്രധാന വാർത്തകൾ. അബ്ദുറഹീമിന്റെ മോചനം 11ാം തവണയും കേസ് മാറ്റിവെച്ചു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 19 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുറഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നും തീർപ്പുണ്ടായില്ല. 11ാം തവണയാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് മാറ്റിവെക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 8-ന് സിറ്റിംഗ് ആരംഭിച്ചെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. പതിവ് പോലെ ജയിലിൽ നിന്ന് അബ്ദുറഹീമും പ്രതിഭാഗം അഭിഭാഷകരും സിദ്ദിഖ് തുവൂരും ഓൺലൈൻ കോടതിയിൽ പങ്കെടുത്തു. ദിയാദനം സ്വീകരിച്ച വാദിഭാഗം മാപ്പ് നൽകിയതോടെ വധശിക്ഷ കോടതി 5 മാസം മുമ്പ് ഒഴിവാക്കിയിരുന്നു. എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പാവാത്തതാണ് ജയിൽ മോചനം അനന്തമായി നീളാൻ ഇടയാക്കുന്നത്. റിയാദിലെ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ തടവുകാലം ഇപ്പോൾ 19ാം വർഷത്തിലേക്ക് കടന്നു. ഫേസ്ബുക്കിലൂടെ സൗഹൃദം. യുവതിയിൽ നിന്നും 1.90 കോടി തട്ടിയ കേസിൽ നൈജീരിയൻ പൗരൻ അറസ്റ്റിൽ. നൈജീരിയൻ പൗരനായ ഓസ്റ്റിൻ ഓഗ്ബെയാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി തൃശൂർ സ്വദേശിയുടെ 1,90,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളിൽ ഒരാളാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ സ്വദേശിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് നൈജീരിയൻ പൗരനെ മുംബൈയിൽ നിന്നും പിടികൂടിയത്. എറണാകുളത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം കാക്കനാടിനടുത്ത് അത്താണിയിലാണ് യുവാവിനെ വാടക വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട അടൂർ നെടുമൺ സ്വദേശി ജെറിൻ വി ജോണാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. കാക്കനാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ വിദ്യാർത്ഥിയായിരുന്നു. കൂടെ താമസിച്ചിരുന്നവർ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാടക വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കൾക്കൊപ്പമാണ് ജെറിൻ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇന്നലെ വിഷു ആഘോഷിക്കുന്നതിനായി സുഹൃത്തുക്കൾ വീടുകളിലേക്ക് പോയിരുന്നു. തുടർന്ന് ഫോണിൽ വിളിച്ച് ജെറിനെ കിട്ടാത്തതിനെ തുടർന്ന് പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. വെസ്റ്റ് ഹിൽ സ്വദേശി സുമേഷാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മുതലപ്പൊഴി. മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റാൻ നീക്കം. മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റാൻ നീക്കം. പൊഴി അടഞ്ഞതോടെ സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലാ കളക്ടർമാർക്ക് ചർച്ച നടത്തി നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. കൊല്ലം, ജോനകപ്പുറം, തങ്കശ്ശേരി ഹാർബറുകൾ മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾക്കായി അനുവദിക്കും. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചായിരിക്കും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. മുതലപ്പൊഴിയിലെ മണൽ നീക്കം ഊർജിതമാക്കാനും നടപടിയുണ്ടാകും. കേരള മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി കരാറിലെത്തും. അതുവഴി കൂടുതൽ മണൽ നീക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കഴിഞ്ഞ 3 മാസമായി മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയിട്ടില്ല. അതിനാൽ ഓരോ കുടുംബത്തിനും 1000 രൂപ വീതം ധനസഹായം നൽകണമെന്നും സർക്കാർ ഉടനടി നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തെത്തുമെന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചത്.